ഹലോ 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 ഇവിടെ താങ്കൾ ഈ വീട്ടിലാരാ? ആരാ? അത് ശരി, അത് എന്നോടാണോ ചോദിക്കുന്നത്? അതല്ലടോ, താൻ ആരാണെന്ന്. ഓ ഞാൻ ഇവിടുത്തെ പ്രിയ മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. എന്തിന്? കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു. ആ തന്നേക്ക് ഞാൻ കൊടുത്തു. അങ്ങോട്ടല്ല, ഇങ്ങോട്ടാ തരാനുള്ളത്. അത് ശരി, ഇങ്ങോട്ട് തരാനുള്ളതൊന്നും കേക്കില്ലല്ലേ? പോയി വിളിച്ചോണ്ടോടാ സോഡ ഗ്ലാസേ. സാറേ, പ്രിയ മോള് കാശ് കൊടുക്കാണെന്ന് പറഞ്ഞ ഏതോ പേക്കണാക്കാൻ വന്നിരിക്കുന്നത്. ഈ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെ. ഇനി ഇദ്ദേഹം ആരാണാവോ? അത് ശരി, ഈ വീട്ടിലുള്ളവർക്ക് തമ്മി ആരാന്നറിയില്ലേ? പ്രിയമോളുടെ പപ്പയാ. സോറി പപ്പ സാർ, ആ പ്രിയ മാഡത്തിനെ ഒന്ന് വിളിക്കൂ. ശ്രീകുട്ടി, ആ ഈ മോന്തായി എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഒന്നുകൂടി ഓർത്തു നോക്കിയേ. ഇല്ല, നല്ല ഓർമ്മ കിട്ടുന്നില്ല. അയ്യോ, ഓർമ്മയില്ലേ? ഓർമ്മയില്ലാത്ത കുട്ടിയാണോ സാറിന്റെ മോള്? താൻ കാര്യം പറ. മിനിങ്ങാന്ന് പട്ടാപ്പകല് നടു റോട്ടിൽ വെച്ച് എന്നെ ഡൈവേഴ്സ് ചെയ്തിട്ട് മുങ്ങിയത് മറന്നോ മാഡം? ഇയാൾക്കെന്താ ബട്ടാണോ? താൻ പോലീസിനെ വിളിക്കണോ? പോലീസാ? എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? പോലീസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക? നമുക്കിത് കോംപ്രമൈസ് ചെയ്ത് തീർത്തൂടെ? എന്റെ പൊന്ന് സാറേ, മിനിങ്ങാന്ന് സാറിന്റെ പുന്നാര മോള് എയർപോർട്ടിൽ വന്ന് എന്റെ ടാക്സി പിടിച്ചു. വെറും 50 മൈൽ സ്പീഡിൽ വണ്ടി ഓടിച്ചിരുന്ന എന്നെ കൊണ്ട് 100 മൈൽ സ്പീഡിൽ വണ്ടി ഓടിപ്പിച്ചു. സിഗ്നൽ തെറ്റി എന്റെ വണ്ടി ഒരു ഓട്ടോ കെട്ടിടിച്ചു. നാട്ടുകാർ എന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്ന സമയത്ത് സാറിന്റെ മനസാക്ഷി ഇല്ലാത്ത മോള് വേറെ വണ്ടി കയറി പോകുന്നു ഞാൻ കണ്ടു. ദാ ഇത് കണ്ടോ? പാവപ്പെട്ട എനിക്ക് വർക്ക്ഷോപ്പിൽ നിന്നാ ഈ പണക്കാർക്ക് കൊടുക്കണ ബില്ല്. വണ്ടി വാടക തന്നില്ലേലും വേണ്ട, അത് അവിടെ നിന്ന് ഇറക്കി തന്നാ മതി. തെറ്റ് എന്റെ ഭാഗത്താ പപ്പ. അമ്മയെ കാണാനുള്ള ധൃതിയിൽ ഞാൻ. സാരമില്ല മോളെ. ആ അബു, ഏതാ വർഷാപ്പെന്ന് വെച്ചാ ബില്ലടിച്ചേക്ക്. സാറും സാറിന്റെ മോളും ഇത്ര നല്ലവരാന്ന് ഞാൻ അറിഞ്ഞില്ലട്ടോ സാറേ. ഇനി എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നല്ല സാറേ. അല്ല, എന്റെ വണ്ടി ഇറങ്ങാൻ എന്തായാലും 2 മാസം സമയം എടുക്കും. അതുവരെ ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ജീവിച്ചോളാം. ഇയാളാള് കൊള്ളാലോ. ശ്രീ, നമുക്ക് ഇയാള് നമ്മുടെ എസ്റ്റേറ്റിന്റെ ജനറൽ മാനേജർ ആക്കിയാലോ? ജനറൽ മാനേജർ എന്നൊക്കെ പറയുമ്പോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്ത് വൃത്തിയായിട്ട് പണിയാൻ തയ്യാറാ സാറേ. നീ ഏതുവരെ പഠിച്ചു? ഒന്നും പഠിച്ചില്ല. അങ്ങനെ പഠിച്ചിരുന്നേ ഞാൻ ആരുടെയും കാല് പിടിക്കാൻ വരുമോ? പിന്നെ ജീവിക്കാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ടാക്സി 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 എസി ടാക്സി സാർ, കംഫർട്ടബിൾ സീറ്റ്സ്, എക്സലന്റ് മ്യൂസിക് സാർ, സൂപ്പർ ഡ്രൈവിംഗ് സാർ, സ്മാർട്ട് ഡ്രൈവർ സാർ, വെരി ചീപ്പ് സാർ. ടാക്സി ടാക്സി ടാക്സി. ഇത് തന്നെ ഒരു 5-6 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചാ സാറേ. ഇവനാള് സ്മാർട്ട് ആണല്ലോ. ഇവനിപ്പോ നമ്മൾ എന്ത് പണി കൊടുക്കും? ഇവൻ എന്ത് പണി കൊടുക്കാനാ? ഇവൻ നമുക്കിട്ട് പണിയില്ലേ? ഞാൻ ഒന്നതിന് ഡ്രൈവറാണ് സാർ. കണ്ട, എനിക്കിട്ട് പണി കിട്ടി. ഡ്രൈവർ പണി മാത്രമല്ല, ഞാൻ അടുക്കളയിൽ നന്നിട്ട് പണിയെടുക്കും സാർ. വേലക്കാരി ജാനുവിനും പണി കിട്ടി. സാർ ഈ പുരാവസ്തുവിനൊക്കെ റെസ്റ്റ് കൊടുക്കുക. ബാക്കി വിളിച്ചത് പുരാവസ്തു. അത് കേട്ടല്ലേ? എടാ, കണ്ണിനൊരു ഇച്ചിരി കാഴ്ചക്കുറവും ചെവിക്ക് കേൾവി കുറവ് ഒഴിച്ച് ഒരു ഡ്രൈവറാകാൻ എനിക്ക് ഒരു കുറവില്ലടാ. ഇല്ല, പിന്നിലുള്ള വണ്ടി എത്ര ഹോൺ അടിച്ച് ബഹളം ഉണ്ടാക്കിയാലും അബൂക്ക് അറിയില്ല. അതെ, കേട്ടില്ലെങ്കിൽ എന്താ മോളെ, പുറകില് മുട്ടും പറയുന്നുണ്ടല്ല. പെൻഷൻ പ്രായമൊക്കെ കഴിഞ്ഞ് തല വെളുത്തു തുടങ്ങിയില്ലേ? ഇനിയെങ്കിലും യുവതലമുറയ്ക്കൊന്ന് വഴിമാറി തന്നൂടെ? തല വെളുത്തതാണ് പ്രശ്നം. ആനയുടെ കൊമ്പ് വെളുത്തത് ആനക്ക് പ്രായമായിട്ടാ. കുറച്ച് ദിവസം നിന്ന് നോക്കട്ടോ തന്റെ കൂടെ. തനിക്ക് കുറച്ച് റെസ്റ്റ് ആവും. താൻ ഐശ്വര്യാക്കി അങ്ങ് കൊടുത്തേ. ഇത്രയും പെട്ടെന്ന് ജോലി ആയിരുന്നു പ്രതീക്ഷിച്ചില്ല. പാണ്ടി വണ്ടികൾ ഒരുപാടുള്ള റോഡാ. അല്ലാ, വണ്ടിക്ക് മാത്രം ഒന്നും പറ്റല്ലേ. അൽഹംദുലില്ലാ.